എല്ലാം കൊണ്ടും എനിക്ക് വ്യക്തിപരമായിട്ടും ഞാനിവിടെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ നല്ലൊരു മാറ്റമാണ് എനിക്ക് തോന്നുന്നത്. ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും മനസ്സിലാക്കി ഓൺലൈനായിട്ട് അല്ലാതെ ഓഫ്ലൈനായിട്ട് ക്ലാസ്സിന് പങ്കെടുക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് എനിക്കിവിടെ വന്നപ്പോൾ വലിയൊരു അനുഭവമാണ് തോന്നിയത്. കാരണം ഫൈസൽ സാറിൻ്റെ ഒരു ക്ലാസ്സും പിന്നെ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പറയുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഒരു ഉന്മേഷം കിട്ടുന്നത്. അത് തീർച്ചയായും ക്ലാസ്സിന് പങ്കെടുക്കുമ്പോഴാണ്, നേരിട്ട് പങ്കെടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഇനിയും എനിക്ക് എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട്. കുറച്ച് ദൂരം കൂടുതലുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പരമാവധി വരുന്നതാണ്. കാരണം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമല്ലോ കുറച്ചൊരു മാറ്റങ്ങൾ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇതിലൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കൊരു മനുഷ്യനൊരു കഴിവുണ്ട്, നമ്മളത് വളർത്തിയെടുക്കണം. നമ്മൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കഴിവ് വരില്ല. നമ്മളൊരു മേഖലയ്ക്ക് പ്രവർത്തനം തുടങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നമ്മൾ അധ്വാനിക്കുക, നമ്മളത് നേടിയെടുക്കുക. പ്രസംഗം അതുപോലെ തന്നെ വലിയൊരു കലയാണ്. ഫൈസൽ സാറൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളത് കണ്ണു തുറന്ന് നോക്കിയിരുന്നു പോവാണ്. നമ്മൾ എന്തുകൊണ്ട് ഇത് നേരത്തെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത്, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ എനിക്ക് തന്നെ ഒന്നുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.